യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. താൻ പെട്ടെന്ന് വന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ആളല്ലെന്ന് ഒ.ജെ. ജനീഷ്. ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ പാർട്ടി അവസരം നൽകിയ അവസരത്തിൽ ജയിച്ചുവെന്നും കായിക വകുപ്പ് മന്ത്രി ജനീഷ് പറഞ്ഞു. എന്നെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം 8 മാസക്കാലമാണ് പൂർത്തിയാകുന്നത്. അതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടി വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏൽപ്പിച്ചത് മറ്റൊരു ഉത്തരവാദിത്തമാണ്. നിയമസഭ ആ സീറ്റിൽ പിടിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. രണ്ടാമത് ഏൽപ്പിച്ചത് വേറൊരു ഉത്തരവാദിത്തമാണ്. മന്ത്രിയെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് പാർട്ടി ഏൽപ്പിച്ച മറ്റൊരു ഉത്തരവാദിത്തമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു ദിവസം റോഡിലൂടെ പോയപ്പോൾ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതല്ല, പാർട്ടി തീരുമാനമെടുത്ത് തന്നെ ആക്കിയതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചും പുനഃസംഘടന എപ്പോൾ വേണം, എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ പാർട്ടി നേതൃത്വം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ 6-ാം തീയതി മുതൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഗമായിട്ട് 7-ാം തീയതി മുതൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള കാര്യങ്ങൾ മദ്യനയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF എന്ന് കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നികുതിയുടെ പ്രപ്പോസൽ മാത്രമാണ് വന്നിട്ടുള്ളത്. VM സുധീരന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാമെന്നും ജനീഷ് പറഞ്ഞു. അതിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണ്. അത് മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി തന്നെ നിയമസഭയിൽ പറഞ്ഞതുമാണ്. UDF ആലോചിച്ചതിന് ശേഷം ആ വിഷയത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത്. ഈ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന തീരുമാനം ഉണ്ടായിരുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. 29 ബാറിൽ നിന്ന് 700-ൽ പരം ബാറുകളുടെ എണ്ണത്തിലേക്ക് ഈ സംസ്ഥാനത്ത് നയിച്ചത് LDF സർക്കാരാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ. അത് UDF-ൽ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനിക്കുമെന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. UDF-ൽ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനം നിങ്ങൾ എന്തായാലും അറിയിക്കുമല്ലോ.